നമസ്കാരം. തികച്ചും ജനസേവനം മാത്രം മുന്നിൽ കണ്ടുള്ള മോദി സർക്കാരിന്റെ വികസനങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഇതാ കനത്ത മഴയെ തടഞ്ഞു നിർത്താനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്ത് കനത്ത മഴയിൽ ഉണ്ടാകുന്ന നാശനഷ്ടം പ്രവചനാതീതമാണ്. തീവ്ര മഴയും ഉരുൾപൊട്ടലും കാരണം കുടുംബം വരെ നഷ്ടപ്പെട്ട് നിരവധി പേർക്ക് അനാഥരാകേണ്ടി വന്നു. ഇപ്പോൾ കൃത്രിമമായി മഴ പെയ്ക്കുന്നത് പോലെ തന്നെ കനത്ത മഴയെ തടഞ്ഞു നിർത്താനും കേന്ദ്ര സർക്കാർ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുകയാണ്. 5 വർഷത്തിനുള്ളിൽ മഴ നിയന്ത്രണം അടക്കം കാലാവസ്ഥാ നിരീക്ഷണ രംഗത്ത് വൻ കുതിച്ചുചാട്ടം ലക്ഷ്യമിട്ട് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം തുടക്കം കുറിച്ച മിഷൻ മൗസം പദ്ധതിയുടെ ഭാഗമാണ് ക്ലൗഡ് സീഡിംഗ് പരീക്ഷണങ്ങൾ. പദ്ധതിയുടെ ഗവേഷണങ്ങൾക്കായി ആദ്യഘട്ടത്തിൽ 20,000 കോടി രൂപ അനുവദിച്ചു. മേഘങ്ങൾക്കുള്ളിലെ ചൂട് വർദ്ധിപ്പിച്ച് മഴത്തുള്ളികളാകുന്നതിന് തടയുക, കാന്തിക മണ്ഡലങ്ങളും ഉപയോഗിച്ച് മേഘങ്ങളെ വിഘടിപ്പിക്കുക തുടങ്ങിയവയാണ് മഴ നിയന്ത്രണത്തിനായി പരീക്ഷിക്കുക. പദ്ധതി വിജയകരമായാൽ തുടർച്ചയായി കനത്ത മഴ പെയ്യുന്ന പ്രദേശങ്ങളിൽ മഴ നിർത്താനും ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം എന്നിവ തടയാനും സാധിക്കും. മഴയ്ക്കൊപ്പം ഇടിമിന്നൽ, ആലിപ്പഴ വർഷം എന്നിവ നിയന്ത്രിക്കാനും സാധിക്കുമെന്നാണ് ഗവേഷകർ കരുതുന്നത്. 5 വർഷത്തെ ദൗത്യം 2 ഘട്ടങ്ങളിലായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറി എം രവിചന്ദ്രൻ അറിയിച്ചിരിക്കുകയാണ്. ഡോപ്ലർ റഡാറുകൾ ഉൾപ്പെടെ കൂടുതലായി സ്ഥാപിച്ച് കാലാവസ്ഥാ നിരീക്ഷണ ശൃംഖല വിപുലീകരിക്കുകയാണ് 2026 മാർച്ച് വരെ നീളുന്ന ആദ്യഘട്ടം. ഉപഗ്രഹങ്ങളും വിമാനങ്ങളും ഉപയോഗിച്ചുള്ള നിരീക്ഷണമാണ് 2ാം ഘട്ടം. മേഘങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്ന പ്രക്രിയകളെ കുറിച്ച് പഠിക്കുന്നതിന് പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിക്കൽ ക്ലൗഡ് ചേംബർ സ്ഥാപിക്കുമെന്ന് ഭൗമശാസ്ത്ര മന്ത്രാലയം അറിയിച്ചു. ലബോറട്ടറിക്കുള്ളിൽ കൃത്രിമമായി മേഘങ്ങൾ സൃഷ്ടിക്കുകയും പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യും. അതുവഴി ക്ലൗഡ് സീഡിംഗിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും സഹായിക്കും. അതേസമയം വൻ ദുരന്തമുണ്ടായ വയനാട്ടിൽ 24 മണിക്കൂറിനിടെ പെയ്തത് റെക്കോർഡ് മഴയായിരുന്നു. ഉരുൾപൊട്ടലിൽ വലിയ ദുരന്തം വയനാട് നേരിട്ടതോടെയാണ് മഴ എത്രത്തോളം ഭീകരതയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായത്. കൂടാതെ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വീണ്ടും മുന്നറിയിപ്പുമായി പുതിയ പഠനം റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് കനത്ത മഴ പെയ്താൽ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിലെ ഗവേഷകരുടെ പഠന റിപ്പോർട്ടിലുള്ളത്. മഴ കനത്താൽ പുഞ്ചിരിമട്ടത്ത് ഇളകി നിൽക്കുന്ന പാറകളും മണ്ണും വീണ്ടും താഴേക്ക് കുത്തിയൊലിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വയനാട്ടിൽ പുനരധിവാസം സംബന്ധിച്ച കാര്യങ്ങളുമായി സർക്കാരും ജനങ്ങളും മുന്നോട്ട് പോകുന്നതിനോടെയാണ് പുതിയ അപകട സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന പഠന റിപ്പോർട്ട് പുറത്തുവിട്ടത്. മതിയായ മുൻകരുതൽ വേണമെന്നാണ് ഗവേഷകരുടെ മുന്നറിയിപ്പ്. തുലാമഴ അതിശക്തമായി കേന്ദ്രീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാം. ഇളകി നിൽക്കുന്ന പാറകളും മണ്ണും പുഞ്ചിരിമട്ടത്തിനോട് ചേർന്നുണ്ടായ പാറയിടക്കിൽ തങ്ങിയ ഡാമിംഗ് ഇഫക്റ്റ് ഇനിയും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇനി വരും നാളുകളിലെങ്കിലും ഇത്തരത്തിലൊരു അവസ്ഥ ജനങ്ങൾ അഭിമുഖീകരിക്കാൻ ഇടയാവരുതെന്ന് കേന്ദ്ര സർക്കാർ മഴയെ തടഞ്ഞ് നിർത്താനുള്ള ഈ സാങ്കേതിക വിദ്യ സൂചിപ്പിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.